ഇഷ്ടമായ യൂണിഫോം യൂണിഫോമാ പാട്ട് ഈ മാസത്തിന് എന്ത് പറയാ? എന്ത് മാസം? അങ്ങനെയല്ലല്ലോ നീ പറ. കക്കിട മാസമായ കാരണം കാര്യ കക്കിട മാസമായ കാരണം കക്കിടം. ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ വെയിലാണ്, അപ്പം വെയിൽ ദിവസം അയച്ചു. പക്ഷെ പെട്ടെന്നാണ് കാലാവസ്ഥയൊക്കെ മാറി, മഴയിലേക്ക് മാറി. ഇതിവിടെ എന്നുള്ളൊരു ശീലമായിട്ടാ. അപ്പോൾ നമ്മളെ കാറ് സ്വിഫ്റ്റുള്ളപ്പോൾ അതെ പോവുക, ഓയില് ചോക്കുക, വെള്ളം ഒഴിക്കുക. ഇത് ഡെയിലി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഓർമ്മയില്ലാണ്ടാണോ കണ്ട് ഇലക്ട്രിക് വണ്ടിയാന്നുള്ളത്? എന്നാലതൊന്ന് തുറന്നു നോക്കി. അയ്യോ. അപ്പോൾ ദേ രണ്ടാശമാരൊന്നും സ്കൂളിൽ പോയിട്ടില്ല. കുണിക്കുമ്പോൾക്ക് നല്ല പനിയാട്ടോ. ഇപ്പൊ നല്ല കുട്ടി സ്കൂളിലേക്ക് പോകേണ്ട സമയം 9:45. ഇനി എവിടേക്കും സ്കൂളിൽ പോകണം? സ്നാക്സ് കഴിക്കുന്ന ടൈം ആവാറായില്ലേ? മരുന്ന് കഴിച്ച് വയ്യാണ്ടായി, പക്ഷെ ക്ഷീണിച്ചത്. ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചു. ഇന്നലെ പനിയായിരുന്നു, ഇന്നേക്ക് കുഴപ്പമില്ല. നോക്കട്ടെ അമ്മ. തലച്ചൂട് കഴിപ്പിക്കാൻ ഗുളി അയക്കാം. ഓക്കെ, വേഗം പോവണ്ടേ? ഇന്ന് ദിവസം റെസ്റ്റ് എടുത്തില്ലെങ്കിൽ മോന നാളേക്ക് തീരെ വയ്യണ്ടോ എൻ്റെ കുട്ടിക്ക്? ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോക്കോ. ഇവിടെ ഒരാൾക്ക് ചെവി കടിക്കുന്നുണ്ട്. ചെവിയുടെ ഉള്ളിൽ പട്ടിക്കുട്ടീനെ കെട്ടിയിട്ടുണ്ടോന്നുണ്ട്. രാവിലെ തൊട്ട് ചെവിക്കടി വന്നിടാ പോടത്തേക്ക്. ചക്കമ്മക്ക് എന്ത് കാര്യം? ഓ നീ ട്യൂഷനേക്ക് അപ്പൊ ഇല്ല ഇല്ല പറയാട്ടോ. അമൃത മാമിനോട് എല്ലാ ഹോംവർക്ക് അയച്ചു തരാൻ പറയാം. ചിക്കൻ കറി ഉണ്ട്, പുട്ടുണ്ട്. ആവി പറക്കണ പുട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കണ്ടോ നോക്കികള്, നല്ല ആവി പറക്കണ പുട്ടുണ്ട്. മൈദ ദോശയുണ്ട്. ഇത് മര്യാദ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കുഞ്ഞൻ പൊന്നു എന്ന് പറഞ്ഞു, കുഞ്ഞൻ കുണുക്കൻ കുണുക്കി അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതിലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, എൻ്റെ എപ്പോഴാണ് തിന്നാൻ തോന്നുന്ന വെച്ചാൽ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ഡ്രസ്സ് തിരുമ്പി കഴുകി മടക്കി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ പണിയേടി. അപ്പം ഇതോടെ ഇങ്ങനെ പോട്ടെ കേട്ടാ. പോയി ചൂടുവെള്ളം വെച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ഉച്ചത്തേക്ക് മോരിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കടല ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2.5 കിലോ ചിക്കൻ കണ്ട അവർ രാവിലേക്ക് കൊടുത്തത്. ഉച്ചത്തേക്ക് അവർക്ക് കൊടുക്കുന്ന ഗ്രേവി വേണം, അച്ചുവിനെ കഷ്ണം വേണം. അപ്പോൾ ഇനി ഞങ്ങൾ പോയി കുളിച്ച് ഷോപ്പിൽ പോകാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ട ഈ ഷോപ്പിൽ പോകണം, കാര്യങ്ങളുണ്ട്, കുറേ അറിയണം. കുളിക്കാനുള്ളവരെവിടെ? 2 ആള് എത്തിയാ? കുളിക്കാവാ കുളിപ്പിച്ച് അച്ഛനമ്മക്ക് പോവാൻ. വാ അമ്മമ്മി, കുളിക്കാവാ. കുളിച്ച് കുളിയെ തന്നിട്ട് വേണം അമ്മയ്ക്ക് പോവാണോ പൊന്നാ. മോന്തി കുറുക്കം കൂട്ടിയില്ലേ? എന്താ പറഞ്ഞു പറ, എന്താ പറയണേ? അയ്യോ തക്കുടേന്റി വന്നൂട്ടാ. വാ തക്കുടേന്റി വാ.
ഞങ്ങളുടെ വീട്ടിലെ തക്കുടുവേണ്ടിയാണ്. തക്കുടുവേണ്ടി വാ. പക്കൂർ മാമ കുളിക്കാൻ പോകണ്ട്. പക്രു ചേട്ടൻ കുളിക്കാൻ പോവാ. അയ്യോ പക്രു ചേട്ടനോടെ കോളം കൊണ്ടില്ലാണ്ട് നിൽക്കുന്നു. വാ പക്രു ചേട്ടാ. പക്രു ചേട്ടോ ആ 3 തന്നുണ്ട്. കുണിക്കിയുടെ ഗുളിക കണ്ട. ആരാടാ? ആർക്കാ? ഞങ്ങൾ പോവാ. അവിടെ ഒന്നും ഇല്ലാട്ടെ. കടലപ്പേര് വെച്ചിട്ടുണ്ട്, മൈദദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാദ്യം പഠിപ്പിച്ചെന്നാ മൈദദോശയുടെ പണി. നിനക്ക് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ കഴിക്കാം, എന്നാലും പിന്നെ ഹെൽത്തി ആയിക്കോട്ടെ, ഉണ്ണിയുള്ളതല്ലേ. അപ്പൊ പുട്ടായിക്കോട്ടെ, മൈദ അധികം വേണ്ടാന്ന് ഞാൻ കരുതി. കുഞ്ഞുവായുള്ളതായാലും ആ ചവിട്ടി കണ്ട്, വീഡിയോ കണ്ട്. രാത്രിയിലുള്ള ആളാണ്, രാത്രി സഞ്ചാരിയാണ്. അവന്റെ ചെവിയില് ഏതോ പട്ടിക്കുട്ടിനെ കെട്ടിയിട്ടുണ്ട്, അതിരുന്ന് കടിക്കണതാ. അതിനിപ്പോ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ഈ സ്കൂളിൽ പോകാൻ അവന് മടി. അവിടെ മരുന്നുണ്ട്, അവന് ഗുളിയുണ്ട്, അമ്മ കൊടുക്കും. ദീനേശ് പ്രഭുവിന്റെ ഗുളി ഇരിക്കുന്നുണ്ട്, അത് കൊടുക്കും അവന്. അമ്മീൻകാരൻ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. വേണ്ട, കഴിക്കണ്ട. മഞ്ഞാണ് മേലു കൈവേദന, നീ പറഞ്ഞ കാലുവേദനയ്ക്കും തലവേദനയ്ക്കും തന്നാണ് ഡോക്ടർ മഞ്ഞ ഗുളിക 3 അസുഖത്തിനുള്ളതാ. കാലുവേദന നീ പറഞ്ഞു ഡോക്ടറോട്, തലവേദന പറഞ്ഞിട്ടുണ്ട് നീ ഡോക്ടറോട്, പനി പറഞ്ഞിട്ടുണ്ട് ഡോക്ടറോട്. അപ്പോൾ എഴുതി നിന്നാ മഞ്ഞ. ബാക്കിയുള്ളത് കഫക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നിനക്ക്, അതിൻ്റെ ആൻറ്റിബയോട്ടിക്കാണത്. ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയിട്ട് കുട്ടി തന്നെ ഡോക്ടറോട് കാര്യം ഡോക്ടർ ചോദിച്ചു എന്താണ് ചോദിച്ചു. അപ്പോൾ കുളിക്ക ഏത് ഡോക്ടറെ കാണിച്ചു നീ? ഡോക്ടറെ പേര് പറയും. താജ്പോൾ പറഞ്ഞ താജ്പോൾ ഡോക്ടറെ കാണിച്ചത്. എന്താ കഴിഞ്ഞു. ഇനി പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് കിട്ടും, ഇനി മേക്കപ്പ് ചെയ്യട്ടെ. എന്നിട്ട് ചായ കുടിച്ച് പോവാണോ? ചായ കുടിച്ചിട്ട് പോവാണോ? ചായ ഞങ്ങളുടെ പോയിട്ട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ അതിൻ്റെ താഴെ ബേക്കറിൻ്റെ അപ്പം അതിന് വിത്തൗട്ട് കാപ്പി കുടിക്കില്ല പതിവ്. ഓക്കെ ബോസ്. ഓക്കെ, വില്ലേജിൻ്റെ അടയ്ക്ക് പോകണം. വില്ലേജിൽ നിന്ന് എന്തോ മേടിക്കാണ്ട്. അപ്പോൾ അവിടുത്തെ കടയിൽ നിന്ന് ചായ വിത്തൗട്ട് കുടിക്കാൻ. വാസുവേട്ടനാണ് നമ്മുടെ സ്ഥിരം, നമ്മുടെ വാസുവേട്ടൻ. ഉച്ചത്തെ ഫുഡ് രാവിലത്തെയും ഉച്ചത്തെയും ഒക്കെ കൂടിയുള്ള ഫുഡ്. ചപ്പാത്തി, കടലക്കറി, ചിക്കൻ കറി എടുത്തില്ല, രണ്ടാളിനെയും കൂടിയിട്ട്. വിശന്നിട്ട് വയ്യ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിശപ്പിന്നുള്ള തീറ്റൊക്കെ ഇങ്ങനെ വിശന്നിരിക്കും. താഴെ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് വിത്തൗട്ട് കാപ്പി പിടിക്കും. ഇപ്പം അതും ഇല്ല, ഇന്ന് അവധിയ.
എനിക്കിഷ്ടമാണ് കടലുപ്പേരിയുടെ ചപ്പാത്തിക്ക് അതല്ല കടലുപ്പേരി ചപ്പാത്തി അച്ചൂരുണ്ടാക്കിയ ദോശയിൽ ഒരു ദോശ ഞാൻ പിടിച്ചിട്ടുണ്ടാവും കുറച്ച് ഈ ദോശ കാര്യം തിന്നുന്നുണ്ട് എന്താവും ഇതിൻ്റെ ടേസ്റ്റ് രസമുണ്ടോ പണ്ട് സ്കൂൾ ചെയ്യുമ്പോൾ ചേച്ചി ദോശ നാളെപ്പം കൂടി തന്നില്ല അത് നല്ല ടേസ്റ്റ് ഉണ്ട് ചില ഫുഡ് നമുക്ക് തിന്നത് എത്ര വർഷം ഞാൻ ഞങ്ങൾ സ്കൂളിൽ തിന്നു ചേച്ചി മൈദ ദോശ നാളെപ്പം കൂടി തന്നത് അതൊന്നും കോഴിമുട്ട ഇട്ടുന്നില്ല കേട്ടോ അച്ഛന് ഇഷ്ടമുള്ളത് അത്ര മൈദയിൽ കോഴിമുട്ട ഇട്ടിട്ട് തരി ഉപ്പിട്ടിട്ട് വെള്ളം മിക്സിയിലടിക്കാം എളുപ്പമായിട്ടാണ് എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കുറുക്കി കഴിക്കില്ല അപ്പം ഞാൻ അവർക്ക് പുട്ടുണ്ടാക്കി വെച്ചു ഞങ്ങൾക്ക് ചപ്പാത്തി അപ്പോൾ ഈ മിൽക്ക് കോട്ടൺ സാരിയാണ് കേട്ടോ നമ്മൾ ഓണായിട്ട് ഏതെടുത്താലും 1000 രൂപ അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ നമ്മളൊരു ഓഫർ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നമ്മുടെ താഴെ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കളറുകളുണ്ട്, ഒരുപാട് പീസുകളൊന്നുമില്ല, വളരെ കുറച്ച് പീസുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഓണായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് വരെ ഒരു ഓഫറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. അപ്പോൾ പിന്നെ മിൽക്ക് കോട്ടൺ സാരീന് ഓണായിട്ട് എല്ലാവർക്കും ഓഫർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിൽ ബ്ലാക്കും ഓഫ് വൈറ്റും പിന്നെ റെഡ് ബ്ലാക്ക് ഒരു ഓഫ് വൈറ്റും ബ്ലാക്കും കൂടിയിട്ടുണ്ടാവും. പിന്നെ ഇത് ഒരു സെറ്റ് സാരിയുടെ അന്തിയുള്ളതും മൽക്കോട്ട സാരി ഒരു കാര്യത്തിൽ ഉടുക്കാനൊക്കെ ഭയങ്കര സുഖമുള്ളൊരു സാരിയാണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ കൊടുത്തു പോയാൽ അത് ഓണ സെലിബ്രേഷൻ കൊടുത്തു പോയാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ പറ്റുന്ന സെറ്റ് മുണ്ടൊക്കെ കൊടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ഭയങ്കര ഓരോ കാര്യങ്ങളും. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മൽക്കോട്ടൺ, ഞാൻ ഷോപ്പ് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് മൽക്കോട്ടൺ യൂസ് ചെയ്തത്. ഞാൻ ഇതുപോലെ കുറേ വീഡിയോ കണ്ടിട്ട് കുറേ നാളേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മേടിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടപ്പോൾ ചെയ്യുമ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ എന്താ ഇറക്കിക്കണേ വീണ്ടും ജോർജറ്റ്. അപ്പോൾ കറുപ്പ് കിട്ടാത്തവർക്ക് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കറുപ്പ് വേണ്ട. അപ്പം ജോർജറ്റാണ് മെറ്റീരിയൽ, കനം കുറവ് തന്നെയാണ്. ഇനി മെറ്റീരിയൽ കട്ടിയുള്ളതാന്ന് വിചാരിച്ചു എന്നൊന്നും പറയരുത്, ജോർജറ്റ് മെറ്റീരിയൽ അറിയണവർക്ക് അറിയാം. ഇത് ജോർജറ്റാണ് കേട്ടോ, ഇതിൽ ബ്ലാക്കാണ് വരുന്നത്. ഇത് ബ്ലാക്കും ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് കേട്ടോ. ഇതൊരു കരിനീല, ലൈറ്റ് കരിനീല കേട്ടോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിന് കളറിനേക്കാൾ ഒന്നുകൂടി ലൈറ്റ് ആയിരിക്കും കേട്ടോ കളറ്. അതേപോലെ കോഫി ബ്രൗൺ, ഇതൊക്കെ സെയിം നിറം തന്നെയാണ് കേട്ടോ. ഇതിന് കാണുന്ന ചില നിറങ്ങൾ ഈ ലൈറ്റിന്റെ അടിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. കണ്ടോ, ഇത് കറക്റ്റ് ഈ ഒരു കളർ തന്നെയാണ്. കോഫി ബ്രൗൺ വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ്. അതേപോലെ വീണ്ടും വന്നിരിക്കുകയാണ് മഞ്ഞ. മുഖത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. കണ്ട, വീണ്ടും വന്നിരിക്കുകയാണ് മഞ്ഞ വന്നിട്ടുണ്ട്, വീണ്ടും ബ്ലാക്ക് വന്നിട്ടുണ്ട്. കണ്ട, ബ്ലാക്കിലെ ഓരോ ഡിസൈൻ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള കളറാണ് ഡാർക്ക്. കണ്ട, ഡാർക്ക് വൈൻ കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ലൈറ്റിന്റെ അടിയിൽ വീണ്ടും മാറി നിന്നിട്ട് കണ്ട. അപ്പൊ ഇതൊരു വൈൻ കളറാണ് കേട്ടോ, ഇതിനേക്കാളും ഡാർക്ക് കളറാണ്, വൈൻ കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് കളർ, ഡാർക്ക് വൈൻ കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതേപോലെ നല്ല റെഡ് കളറാണ് കേട്ടോ, നോക്കി നല്ലൊരു റെഡ് കണ്ടോ, നല്ല റെഡ് കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിലെ നമ്മളെ ഭയങ്കര ഇന്നലെ ഷോപ്പ് അടച്ച് വന്നിട്ട് വൈകിയ ഞാൻ എനിക്ക് കുണിക്കുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പഠിക്കണേ. അപ്പോൾ ഇന്നലെ ചോറിട്ട് അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രം കഴുകാണ്ട് കിടക്കാറുണ്ട്. പക്ഷെ തീരെ വയ്യായിരുന്നു. അങ്ങനെ അടുക്കളയിൽ പാത്രമൊന്നും കഴുകിയില്ല. ആ കാരണം ഇപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് ആദ്യം രാവിലത്തെ പാത്രം കഴുകി അടുക്കള ചെയ്യാത്ത കാര്യമാണ്. പക്ഷെ എന്താ ചെയ്യുക, ചില ദിവസം നമുക്ക് വയ്യെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. മനുഷ്യന്മാരല്ലേ, എപ്പോഴും ഒരുപോലെ ആവില്ലല്ലോ അല്ലേ. അതിൻ്റെ ഇടയിൽ ഉറക്കം ശരിയായോ അതുമില്ല. കുണിക്കുമ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് ആദ്യം കുണുക്കുമ്പോൾ നല്ല ചുമയും ശ്വാസം കിട്ടും. എന്നിട്ട് ഉറക്കത്തിന് എണിച്ച് ഗുളിക കൊടുക്കാന്ന് വിളിക്കുന്നത് നല്ല പണി വിളിച്ചോണ്ടേയിരുന്നു. വിളിച്ച് എണിച്ച് ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വാശി നെല്ലുവിളിയൊക്കെ കഴിഞ്ഞ്
ഗുളിക കൊടുത്തതിന് ശേഷം ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്ക് നമ്മൾ കുളിക്കുമ്പോൾ നല്ല പനിക്കുന്നുണ്ട്, നല്ല ചൂടും കഴിഞ്ഞപ്പോൾ കുടിക്കുക മരുന്ന് ഏറ്റവും മരുന്നായിട്ട് വിളിച്ച് ചെയ്യിപ്പിച്ചു. മരുന്ന് ഗുളികളൊന്നും 3-4 തരണ്ടാക്കി പൊട്ടിച്ച് കഴിക്കുമ്പോഴേക്ക് മേത്തേക്കൊക്കെ ഛർദ്ദിച്ച് തുടച്ച് വൃത്തിയാക്കി മരുന്നൊക്കെ കൊടുത്ത് കിടക്കുമ്പോൾ എന്താ കാണണ്ടിരിക്കെ കണ്ണില്ലേ? അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഞങ്ങൾക്ക് നല്ല കാലം എന്തായാലും കേൾക്കട്ടെ. ഭർത്താവ് പറഞ്ഞത് ശരിയാവില്ല, ഷോപ്പിൽ പോകണ്ടേ, ഷോപ്പിലുള്ള സ്റ്റോക്ക് പൊട്ടിച്ചിട്ടൊക്കെ ആകെ ഇട്ടിട്ട് വന്നു. അപ്പോൾ ജോർജിൻ്റെ സാരി, ജോർജിൻ്റെ ചുരിദാർ മെറ്റീരിയലൊക്കെ വന്നുണ്ട്. അങ്ങനെ രാവിലെ അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ മീൻ കഴുകാണ്ടാണ് കേട്ടോ. കേര മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 കിലോ കേര മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചിരുന്നത് വറുത്ത് കറി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞാൽ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു. പക്ഷേ മീൻ കറി വെച്ച് വന്നപ്പോൾ കുറച്ച് കുറവായെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. നല്ല മീൻ കറി, നല്ല കേരയായിരുന്നു, നല്ല ടേസ്റ്റുള്ളൊരു കേരയായിരുന്നു കേട്ടോ. അപ്പോൾ കേര എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്, അച്ഛനും അങ്ങനത്തെ മീനിനോട് അച്ഛനും ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ വെട്ട് മീനിനോടൊന്നും അധികം ഇഷ്ടമില്ലെങ്കിലും കേര പിന്നെ നല്ലത് കിട്ടുകയാണെങ്കിൽ അല്ലേ കേട്ടോ, നല്ലത് കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നമ്മൾ മീൻ മേടിക്കുന്ന അവിടുത്തെ ആ കുട്ടി വിളിച്ചവരോട് നല്ല മീൻ ഉണ്ട് ചേച്ചി, കേരയുണ്ട്, എടുക്കണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ 1 കിലോ എടുത്ത് വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 കിലോ മേടിച്ച് രാത്രി തന്നെ വന്നിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾക്കൊരു 8ൻ്റെ പണി കിട്ടി. വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ ചാർജ് സ്റ്റേഷനിലെത്തി. ചാർജ് ചെയ്യാൻ വേണ്ടി വണ്ടി ഇട്ടതും ചാർജ് ഇട്ട് കയറണമില്ല, ആ ഗണ്ണിട്ട് ഊരാനും കിട്ടണം. എൻ്റെ പൊന്നോ, 2-2.5 മണിക്കൂർ ഞങ്ങൾ ആ ചാർജ് സ്റ്റേഷനിൽ നിന്നു കേട്ടോ. വണ്ടീൻ്റെ ആണോ കേട്, ചാർജ് സ്റ്റേഷൻ്റെ ആണോ കേട്, എന്താണെന്നൊന്നും പോലും അറിയാണ്ട് അപ്പോഴേക്കും ഞാനും എന്നെ കുണിക്കണ്ടായിരുന്നുള്ളൂ. എനിക്ക് വയ്യാണ്ടായിട്ട് ഞാൻ 5-6 മണി ഷോപ്പിൽ നിന്ന് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉണ്ണിയെ 40 ചാർജ്, നമുക്ക് അത് കയറ്റിയിട്ടാലോ എന്ന്. ശരി കയറ്റാന്ന് വെച്ചാൽ ഒന്ന് പനിയൊക്കെ കുറഞ്ഞപ്പോൾ ഒന്ന് പോയതാണ് കേട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരു 8ൻ്റെ പണി കിട്ടിയത്. 2-2.5 മണിക്കൂറോടത്തോളം ഞാൻ അവിടെ നിന്ന് പനക്കെട്ടു. അപ്പോഴേക്കും അച്ഛനും കുഞ്ഞിനെ വിളിച്ചു. അപ്പോഴേക്കും അച്ഛനും കുഞ്ഞിനും വന്നു. ചാർജ് സ്റ്റേഷൻ്റെ ഇതിലേക്ക് വിളിച്ചു, വണ്ടി മേടിച്ചോടത്ത് വിളിച്ചു. പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ മനസ്സ് പറയണ്ടായിരുന്നു കേട്ടോ, 2 പ്രാവശ്യം ചായയോട് ലോക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമോ എന്ന് മനസ്സിലായി. ഇനി അവിടെ ഞാൻ വണ്ടിയുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന സമയത്ത് ആദ്യം കിരികിരിതാക്കി ഞാൻ എൻ്റെ ചീത്ത കേട്ടാലോ വെച്ചിട്ട് ഞാനിട്ട് പറഞ്ഞില്ല. സത്യത്തിൽ നമ്മൾ വണ്ടി മേടിച്ചോടത്തെ കുട്ടി ആദർശിനോട് വിളിച്ചപ്പോൾ അവൻ ഇതിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അവൻ വിളിച്ചോട്ട് ചേച്ചി
ഈ വിറ്റാറയ്ക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. 2 പ്രാവശ്യം ലോക്ക് പിടിച്ചാലാണ് ലോക്ക് ഇടുള്ളൂ. അതങ്ങനെ തന്നെ കേട്ടോ. ഒരു 8 പ്രാവശ്യം ലോക്ക് പിടിച്ചാൽ അനുവിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് മാത്രം ഡോർ തുറക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ സൈഡിലത്തെ ഡോറോ ഡിക്കോ തുറക്കണമെങ്കിൽ 2 പ്രാവശ്യം ലോക്ക് പിടിക്കണം കേട്ടോ. അതുകൊണ്ടാണെന്നാണ്. അങ്ങനെ പറഞ്ഞ് അതൊക്കെ റെഡിയായി. അവിടുന്ന് ഞങ്ങൾ പോന്നു. അപ്പോൾ അവിടുത്തെ മത്തായേട്ടെന്ന് ചേട്ടൻ്റെ അവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ മത്തായേട്ടൻ പറഞ്ഞു വണ്ടിയുടെ കംപ്ലയിൻ്റ് ആവും, നിങ്ങൾ കാര്യം ചെയ്ത് വണ്ടിയുടെ ഷോറൂമിൽ കൊണ്ടു കൊടുക്കണം. അത് കേട്ടാൽ പോരാ, നമ്മുടെ അനുവേട്ടന് പുതിയ വണ്ടി ഷോറൂമിൽ കൊണ്ടു കൊടുക്കുന്ന അനുവേട്ടന് ആകെ എനിക്ക് മനസ്സിലായി. ഇന്ന് പോയാലും ഈ മനുഷ്യൻ ഉറങ്ങില്ല, ഇന്നിട്ട് ഉറക്കില്ല എനിക്കറിയാം. അപ്പം ഞാൻ പറയാം അതേ നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും ചാർജ് കയറ്റിയിട്ട് ചാർജ് കയറുണ്ടോ ഇല്ലേന്ന് നോക്കിയിട്ട് പോകാനാണ്. അങ്ങനെ ഞങ്ങൾ മീൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കുട്ടിയുടെ പറ്റി മീൻ മേടിച്ച് വീട്ടിൽ കൊടുന്നു ഫ്രിഡ്ജിൽ വെച്ചു. അച്ഛൻ്റെ വണ്ടി അവിടെ കൊണ്ടിട്ട് അച്ഛനെ ഞങ്ങൾ അവിടെ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അച്ഛനും കുഞ്ഞിനും കയറ്റിയിട്ട് ഞങ്ങൾ ചൂണ്ടൽ പോയി. നമ്മുടെ മാളുണ്ട് അടുത്ത്, അവിടെ പോയി ചാർജ് കയറ്റാറുണ്ടപ്പോഴാണ് എനിക്ക് സമാധാനം. ഞാൻ എന്നോട് പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ വാണിംഗ് വരും, വാണിംഗ് ലൈറ്റ് കത്ത് എന്തെങ്കിലും വാണിംഗ് വരാണ്ടിരിക്കില്ല കേട്ടോ. പഴയ മോഡൽ വണ്ടിയൊക്കെ നമുക്കറിയില്ല, ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ വാണിംഗ് അടിക്കും. നമ്മുടെ വണ്ടിയുടെ കേടല്ല. എന്നാലും അന്യായിട്ടിന് ഇതൊന്നും വിശ്വാസമില്ല. അങ്ങനെ ചാർജ് കയറ്റിയപ്പോൾ ചാർജ് കയറി അവിടെ ഒരു 1.5 മണിക്കൂർ. അങ്ങനെ ഞങ്ങൾ 7 മണിക്ക് പോയി ആൾക്കാർ വീട് എത്തുന്നത് 1 മണിക്ക് പോരെ. ഒരു ദിവസം ഇങ്ങനെ വയ്യെങ്കിലും നേരത്തെ കിടന്നുറങ്ങാന്ന് വെച്ചാൽ എന്നെ ദൈവം അനുവദിക്കില്ല, എന്തോ ഒരു ശാപം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ കറി വെക്കാനുള്ള പരിപാടിയാണ്. മീനൊക്കെ നന്നാക്കി വന്ന് നല്ല ഉലുവട്ട് പൊട്ടിച്ചതിൽ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടും ചുവന്നുള്ളിയും കറിവേപ്പില ഇട്ടു. അപ്പോൾ ഞാൻ കുടംപുളി കഴുകി വെള്ളത്തിലിടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് വാടി വരുമ്പോഴേക്കും ഇന്ന് കഴിച്ച് കുടംപുളി ഇട്ട മീൻ കറി കഴിക്കുന്നത്, നല്ല പുളിയായിട്ട് ഇടാറ്. അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വണക്കി അത് പുളിയൊക്കെ ഇട്ടു, വെള്ളം ഒഴിച്ചു വറ്റി വരുന്നോട് നല്ല തിളച്ച് വറ്റി വരുന്നതോട് കൂടിയിട്ട് നമ്മൾ മീൻ കഷ്ണം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ചോദിച്ചു കുറച്ച് വറക്കാമെന്ന് വെച്ചു. ഇന്ന് മീൻ കറി ചിലവായില്ലെങ്കിൽ മീൻ വറുത്തതും വേറെ എന്തോ കറി ഉണ്ടായിരുന്നല്ലോ അല്ലേ, എന്തൊരു കറി കൂടി ഉണ്ടായിരുന്നല്ലോ നമുക്ക് മീൻ കറി വെച്ചെന്ന്. അപ്പം എന്നാൽ അത് മോരിക്കറി എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് മീൻ കറി മീൻ വറുത്തും ചിലവാകും. ഇത് നാളേക്ക് എടുക്കാനൊക്കെ. പക്ഷേ ഞങ്ങൾ എന്നെ കൂട്ടി കഴിച്ചു, നല്ല ടേസ്റ്റ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല മീൻ കിട്ടിയില്ലേ. അപ്പം ഞങ്ങളോട് ആർമാദിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ കായും വേറെ ഒന്നും രണ്ട് കേട്ടാ. നമ്മൾ ഉച്ചയ്ക്ക് കായും പയറും ഉപ്പേരി 2 കായ ഉണ്ട്, അതിലൊരു കായ എടുത്തല്ലോ. ഇനി അച്ചു അങ്ങനെ കായ, പക്ഷെ അച്ചുവിനും ഇഷ്ടമായിട്ട് അച്ചുവും കഴിച്ചു എന്നാണ് പറയുന്നത് കുഞ്ഞ്. അച്ചു അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ അച്ചു കഴിച്ചു അത്ര നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കായും പയറും ഉപ്പേരി വയ്ക്കാച്ചു. അപ്പം ഞാൻ ഇവരൊന്നും അധികം കഴിക്കാത്ത സ്ഥിതിക്ക് നമുക്കെല്ലാം വേണ്ടു. അപ്പോൾ ഞാൻ ഒരു കായ എടുത്തോളൂ കേട്ടോ. അങ്ങനെ ഒരു കായൊക്കെ എടുത്ത് പയറൊക്കെ ഉപ്പേരി ഉണ്ട്, പയറിട്ട് ഒരു കായല്ലേ 2 കായ എടുത്തു എന്നാ. ഒരു കായ ഇന്നലെ മുതിരയ്ക്ക് എടുത്തത്, ഒരു കായ കൂടി ഫ്രിഡ്ജിലിരിക്കുന്നത്, 4 കായായിരുന്നു. അതാണ് സത്യം, 4 കായ ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണം പയറിട്ട് വെച്ചു. പിറ്റേ ദിവസം മുതിര ഇട്ടിട്ട് ഒരു കായ വെച്ചു. പിന്നെ ഒരു കായ കൂടി ഞാൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. 4 കായ വെച്ചാൽ നിങ്ങൾ 4 തവണ 4 കായ വെച്ചത് വരെ 4 നേരമൊക്കെ വെച്ചുണ്ടാക്കി തിന്നാം. നേന്ത്രക്കായ ഉപ്പേരി നല്ല രസമല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പയർ വേവിക്കാൻ വെച്ചിരുന്നു. 3-4 വിസിലടിച്ച് വെന്ത് തന്നപ്പോൾ ഞാൻ അതിലേക്ക് കായ നന്നാക്കി ഇട്ടു. അതിൽ തരി ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് അത് വേവിക്കാൻ വെച്ചു. ഈ ഡബ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എത്ര ദിവസമായി ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കണം. അങ്ങനെ മീൻ കറി നോക്കിയപ്പോൾ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മീനായിരുന്നു, മീൻ വറുത്തതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എൻ്റെ കോഴിമുട്ട പുളിയാൻ വേണ്ടിയിട്ട് ഒരു 3-4-5 കോഴിമുട്ട എടുത്തുകൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനായിട്ടെന്ന് പറയുന്നുണ്ട് കുറേ ദിവസമായാലും ഉണ്ണി നമ്മൾ മീൻ കറി കൂട്ടി ചോറിട്ട് കുറച്ച് ഉള്ളിയുണ്ട്, കൊള്ളി ഇഷ്ടം നമ്മുടെ ഇഷ്ടം ഉണ്ടാക്കണ്ട, നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം ഉണ്ടാക്കണ്ട. ഞങ്ങളുടെ വീട്ടിൽ തൃശ്ശൂരുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം. രണ്ടാളും തൃശ്ശൂരും കുന്നുകളല്ല, ഇപ്പൊ 2 വീട്ടിലും ഉണ്ടാക്കാം. അതുണ്ടല്ലോ 4 എണ്ണം, അതിവിടെ 4 എണ്ണം ഉണ്ടല്ലോ. അത് പോട്ടെ, അതുകൊണ്ട് അതിനൊരു വ്യവസ്ഥ ഇല്ലാത്തത്. പരിഭവങ്ങളും പരാതികളും മാത്രം ലൈഫിൽ അതിൻ്റെ അടിയിൽ
ഇത് മതിയാ നോക്കിയേ മതിയാ ഉപ്പിടാതെ കുറച്ചും കൂടി വേണ്ടി വരും. ഓക്കെ നോക്കിയിട്ടിടാ നീ. എനിക്ക് കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ഒരളവ് കിട്ടും. കൈ അളവാ നമ്മുടെ ടീസ്പൂണിലേക്ക് ഇടാറിയില്ല. മഞ്ഞപ്പൊടി ഇടും. മഞ്ഞപ്പൊടി ഇട്ടല്ലോ. അവിടെ ഉപ്പിട്ടിട്ട് ഞാൻ പയർ വേവിക്കാൻ വെക്കാറല്ലോ എന്ത് കഷ്ണം. പക്ഷെ ഇന്ന് മറന്നു ഞാന്. തടി കുറഞ്ഞോ? നമ്മളിപ്പോ എന്തായി ഇപ്പൊ കടം പറ്റില്ല കുറച്ചുണ്ട് അത് പറ്റുന്നോട്ട് എവിടെയാവോ ഇത് കഴിഞ്ഞിട്ട് മതി. കൊടുക്കണ എന്താ പയറുപ്പേരി കൊള്ളിയുടെ കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. കൊള്ളിയിൽ തന്നെ ഏതാണ് നാളികേരം മുളകും ചതച്ചായിരിക്കട്ടെ അല്ലേ? അതാണ്ട് ഒരു ചുവന്ന മുളക് എന്താ വേണമെന്ന് അച്ചു എന്താ കഴിക്കാന്ന് അറിയില്ല. കുത്തിയമുളക് അത് ചെയ്തില്ലേ നാളികേരം? എന്തായിട്ട് നാളികേരം വേണം. ഞാൻ കൊള്ളിഷ്ടൊക്കെ ചപ്പാത്തി കൂടിയിട്ട് കൊള്ളിട്ട് അച്ചു കഴിക്കുമെന്ന് വെച്ചാൽ അതേ അച്ഛനും മുട്ട 2 മുട്ടയുണ്ട് അവിടെ. മുട്ടയും തക്കാളി കൂടിയിട്ട് കൊത്തി പിരിച്ച ചപ്പാത്തി കൂടി മുട്ടി വെച്ചിട്ട് രാവിലെ മീൻകറി കഴിക്കില്ല. ചിക്കൻ കറി കഴിക്കും, മീൻകറി രാവിലെ കഴിക്കില്ല. പക്ഷെ പലരും പല സ്വഭാവക്കാരല്ലേ. അത് അനിയണ്ട അങ്ങനെ തന്നെയായിരുന്നു. ഞായിരുന്നു രാവിലെ തന്നെ ഇങ്ങനെ മീൻകറി കഴിക്കുക, രാവിലെ തന്നെ ഇങ്ങനെ ചിക്കൻ വായ കൊണ്ട് അല്ലാണ്ട് ഇപ്പൊ എന്താ ഉച്ചക്ക് എങ്ങനെ കഴിക്കണം അതുപോലെ അല്ലേ? അന്നേട്ട് അങ്ങനെ സത്യം നോണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് സത്യം എനിക്കങ്ങനെ രാവിലെ ഈ ബീഫ് ആയാലോ മീൻകറി ആയാലോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ചിക്കനോ ഒന്നും കഴിച്ചിരുന്നില്ല. അകത്തത് കോഴിക്കോട്ട് കഴിക്കും, ബാക്കി ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല. ഇപ്പൊ പിന്നെ ആരുടെ കൂടെ കൂടി ഇപ്പൊ രാവിലെ അല്ല ഇനിയിപ്പോ രാത്രിയല്ല എപ്പോ വേണം കഴിക്കും. ഞാൻ അങ്ങനെ കേട്ടോ. ഞാൻ ഇന്ന ടൈമിലേക്ക് കഴിക്കും, ഇന്ന ടൈമിലേക്ക് ഇറങ്ങും, അങ്ങനെയുള്ള ആളല്ല. കഴിക്കാൻ തന്നെ കഴിക്കുക. അല്ലാണ്ട് ഇപ്പോൾ നമ്മളെന്താ കിട്ടണ വെച്ചാൽ അത് കഴിക്കുക. അല്ലാണ്ട് ഇന്നത് വേണമെന്നൊരു വാശി പിടിക്കാൻ പാടും. എനിക്ക് അങ്ങനത്തെ സ്വഭാവേ ഇല്ല. ഇന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണമെന്നുള്ള ശീലേ ഇല്ല. അങ്ങനെയല്ല എല്ലാം ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ മുൻപന്തിയിൽ തന്നെയായിരുന്നു. എൻ്റെ അമ്മ നൂലപ്പം ഉണ്ടാക്കിയ അന്നത്തെ സടി ഉണ്ടാക്കും, അട ഉണ്ടാക്കിയ അന്നത്തെ തന്നെ ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റിന്റെ നൂലപ്പയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, കുട്ടിക്കാലത്ത് അട ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കി അന്ന് അടിയിലൊക്കെ അതെന്താണ് എന്ത് കിട്ടിയാലും കഴിക്കണ്ടേ? ബാക്കിയെല്ലാം കിട്ടി കഴിക്കും. പുട്ട് കടല കഴിക്കും, ദോശ കഴിക്കും, ഇഡ്ഡലി കഴിക്കും, വെള്ളയപ്പം കടല അതൊക്കെ കഴിക്കും. അങ്ങനെ അനിയേട്ടൻ പറഞ്ഞത് നല്ല മധുരം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ഉപ്പേരിയാണ് മുളകിടുന്നത്. ഞാൻ ഈ പയറും കായ ഉപ്പേരി കടുക് ഇടും കേട്ടോ. കടുകിട്ട് പൊട്ടി വന്നതിന് ശേഷം ചുവന്നുള്ളി വെളുത്തുള്ളി ഒരു പിടി ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നല്ല കുത്തിയ നല്ല മിളകും പൊടി കണ്ടിട്ട് നന്നായി ഇങ്ങോട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ കൊണ്ട് തട്ടി കൊടുക്കാം കേട്ടോ. വയ്യാന്ന് രാത്രി ശ്രദ്ധിച്ചു. ആരൊക്കെയോ എൻ്റെ കുട്ടീനെ കണ്ടിട്ടുണ്ട് അല്ലേ? ടക്കുടേൻ്റെയാണേ. ആരാ? ടക്കുടേൻ്റെയാണ്. ടക്കുടേൻ്റി വന്നിട്ടാ ഇത് ടക്കുടേൻ്റെ അമ്മയുടെ തണ്ട് പോയി. ടക്കുടേൻ്റി
അപ്പോൾ ഇതേ നമ്മുടെ അപ്പോഴേക്കും നമ്മുടെ കുണിക്കുമ്പോൾ വന്നപ്പോൾ അവളേനൊന്ന് എടുത്ത് കൊഞ്ചിച്ച് അവിടെ ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ അവളെ കൊഞ്ചിച്ച് കഴിഞ്ഞാൽ കുറച്ച് സന്തോഷം കേട്ടോ. അപ്പോൾ അവളേനൊന്ന് കൊഞ്ചിച്ചു, അവളും ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ നമ്മൾ ഈ പയറും കായും വയ്ക്കുമ്പോഴേക്കും ഒന്ന് കുഴഞ്ഞാലാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞങ്ങളാണെങ്കിൽ അന്നേട്ടൻ പറഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവന്ന്. അന്നേട്ടൻ അങ്ങനെ ഒരു വാക്ക് പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വേഗം തിളപ്പിച്ച് ഊറ്റി ചോറുണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഇന്നലത്തെ ചോറ് എടുക്കാൻ ഉണ്ണോളൊക്കെ ഇന്നത്തെ ചോറ് എടുത്തോട്ടെ വെച്ചിട്ട് ഞങ്ങൾ തിളപ്പിച്ചിട്ട് ചോറ് ഒരു പാത്രത്തിൽ ഇട്ടു. അതിലേക്ക് നേരെ കായും പയറും ഉപ്പേരി, കുറച്ച് ചോറ് വളരെ കുറച്ച്, ഉപ്പേരി തോനെ ഇട്ടു. ഉണ്ണോള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ണോളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഷോപ്പിലേക്ക്. ഉണ്ണോൾക്ക് ഏതാണ് അവരെ ഞങ്ങൾ കൊടുന്നു. അവരെ എവിടെ ആക്കി വന്നാൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ണോൾക്ക് ഏതാണ് ഉണ്ണോളെയും കൊണ്ടാണ് ഞങ്ങൾ ഷോപ്പിലേക്ക് വന്നത്. അപ്പോൾ ഉണ്ണോൾക്കുള്ള ചോറും അതിൽ കായുപ്പേരിയും അച്ചാറും മീൻ വറുത്തതും ഡപ്പയിലാക്കി വെച്ചുവിട്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊഞ്ചിക്കാനും ഉമ്മയ്ക്കാനും വരുന്നേക്ക് ഒന്ന് കൊഞ്ചിച്ച് വിട്ടില്ല. അപ്പോൾ മൂപ്പരിക്ക് വീണ്ടും പൂതി കണ്ട എൻ്റെ തണ്ടലൊടിയതാണ് കാര്യം, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അച്ഛനോട് എന്തൊക്കെയാണ് പറയണ്ടേട്ടാ. വീണ്ടും അച്ഛനും മുഴക്കണം. എൻ്റെ ഇനി അമ്മയ്ക്ക് മൂപ്പര് മസ്ക് ഇടാൻ മൂപ്പരെ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ പിന്നെ വേറെ ഒന്നും അറിയട്ടെ, ഞാൻ എന്തെങ്കിലും വിഷമത്തിൽ കുണുക്കനോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ എന്തുണ്ടായിട്ടും കാര്യം ഞങ്ങളുടെ മക്കളൊന്നും നോക്കില്ല എന്ന് ഞാൻ വിഷമത്തിലാകുമ്പോഴേക്കും മൂപ്പര് കരയും. അമ്മേനെ ഞാൻ നോക്കാമെന്ന്. ചുമ്മാതാ, ആരും ഉണ്ടാവില്ലെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ നമ്മുടെ അവസ്ഥ. എന്നാലും എല്ലാം നമ്മളൊരു പ്രതീക്ഷ, എല്ലാം പ്രതീക്ഷ. നമ്മളതിനെ അവർ നോക്കിയിരിക്കും കുഴപ്പമില്ല. അവരെന്നെ നോക്കി വളർത്താനുള്ള ആരോഗ്യ ആയുസ് എനിക്ക് വേണ്ടി കിട്ടണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥന കേട്ടോ. അങ്ങനെ അവളെ വായിക്ക് കുറേ ദിവസമായിട്ട് രുചിയൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ, പനിയും കാര്യങ്ങളായിട്ട്. അപ്പോൾ ഞാൻ ഏട്ടോട് പറഞ്ഞു ഒരു മീൻ കഷ്ണത്ത് വാരി ചോദിച്ചേക്ക് ചിലപ്പോൾ എൻ്റെ വായിക്കൊരു ടേസ്റ്റും കാര്യത്തിൽ കിട്ടിയാലോ ഒന്ന്. അങ്ങനെ അപ്പോൾ മൂപ്പര് വേഗം നോക്കട്ടെ, ചെയ്യാൻ നോക്കട്ടെ. അമ്മയ്ക്ക് മൂപ്പര് ഭയങ്കര മസ്കിൻ്റെ ഒന്നാമത്തെ എടുത്ത് കൊഞ്ചിച്ച് കഴിഞ്ഞ് പിന്നെ പറയണം മൂപ്പര് എടുത്ത് തലയിൽ എറിഞ്ഞായിരിക്കും. ഞാൻ അപ്പോൾ പറഞ്ഞു മതി ഇട്ടാ, അമ്മയുടെ തണ്ടല്ല പണിയൊക്കെ കഴിഞ്ഞ തുടങ്ങി, വെയിറ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ചെറിച്ചിട്ട് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ മീനൊക്കെ ഏകദേശം നല്ല മീനായിരുന്നു. അപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്, നല്ല മീനായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്തിനാണ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞ കുറച്ച് ദിവസമായില്ല. അച്ചൂന് ചപ്പാത്തിക്ക് കോഴിമുട്ട ഒത്തി പൊരിക്കാട്ടാ. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി അല്ല, ഇന്ന് കൊള്ളി പുഴുങ്ങി. ഞങ്ങൾക്ക് കൊള്ളി നാളികേരം പച്ചമുളക് ഇട്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ചു അത് കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അച്ഛന് 4 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇതാകുമ്പോൾ അച്ചു കഴിക്കും. ഒരു സബോളയും ഒരു തക്കാളിയും പച്ചമുളകും കുഞ്ഞുനാന്നരിയുക. എന്നിട്ട് ഇത് നന്നായി ഒരുമിച്ച് ഒറ്റയ്ക്ക് വാട്ടണമെങ്കിൽ ഒറ്റയ്ക്ക് വാട്ടാട്ടെ. ഞാൻ ഒരുമിച്ചാണ് വാട്ടി. അപ്പോൾ ഇത് അങ്ങനെ ഒട്ടഞ്ഞ് കിട്ടല്ലേ വേണ്ട വെച്ചു. അങ്ങനെ നമുക്ക് സമയമില്ല എല്ലാം വാട്ടിയെടുക്കുന്ന ടൈമിൽ. അപ്പോൾ വേഗം ഞാൻ എളുപ്പപ്പണിയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കയ്യിൽ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കേണ്ട ഒരു കയ്യിൽ നമ്മുടെ പണി ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ടൈമുണ്ട്, രാവിലെ തൊട്ട് എത്ര മണി വരെ. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാട്ട്, ഞാൻ ഫുൾ ടൈമും നമ്മൾ ഓർഡറുകൾ വരുന്നുണ്ടോ നോക്കിയിരിക്കട്ടെ. എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ഡ്രസ്സുകൾ വിറ്റ് പോകാമെന്നുള്ളത്. എന്താ വെച്ചാൽ എല്ലാവർക്കും ഓൺലൈനായി മേടിക്കുന്ന ഇഷ്ടംപോലെ ഓൺലൈൻ്റെ കാര്യങ്ങളുണ്ട്, ഷോപ്പുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെക്കാളും മേടിക്കണവരെക്കാളും ആവശ്യക്കാർ നമ്മളാണ്. നമ്മൾ ഇറക്കിയ പ്രൊഡക്റ്റുകൾ വിറ്റ് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളാണ് കേട്ടോ. അങ്ങനെ ഞാനിത് 2 കോഴിമുട്ടയ്ക്ക് തട്ടുടച്ചു. ആ തക്കാളിയിൽ ഞാൻ മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ടേട്ടാ, ഉപ്പും പൊടി, വേറൊരു പൊടിയില്ല. അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 2 കോഴിമുട്ട തട്ടുടച്ചിട്ട് ഇങ്ങനെ കൊത്തി പൊരിച്ചു. ഇനി ഇതിലേക്ക് ചോറിട്ട് കഴിഞ്ഞ് ചോറുണ്ണാൻ ഭയങ്കര ടേസ്റ്റാട്ടാ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ചപ്പാത്തി റോൾ കഴിക്കണം, ചപ്പാത്തി റോൾ ചെയ്ത് കഴിക്കാനൊക്കെ ടേസ്റ്റാട്ടാ. അങ്ങനെ അതുണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ കൊള്ളി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മണക്ക്. അതിൻ്റെ ഇടയിൽ ഇതായിട്ട് അവിടെ സത്യം പറഞ്ഞാൽ എൻ്റെ കൈക്ക് വയ്യാൻ, എൻ്റെ ഒരു വിരൽ കുത്തി പഴുത്തിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ. അപ്പോൾ ഞാൻ പറയേണ്ടത് അവിടെ വെച്ച മനുഷ്യ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യല്ലേ വെച്ചിട്ട് അവിടെ നിന്ന് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ തള്ളവരല് ഇപ്പോഴും ശരിയാലേക്ക് തോന്നുന്നു. ഞാനൊരു നഖം പറഞ്ഞു പോയാൽ അത് ശരിയാവുള്ളൂ തോന്നുന്നുണ്ട്. കാരണം ഈ സോപ്പിൻ്റെ ലിക്വിഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൈക്ക് ഭയങ്കര വേദന. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ അമേരിക്കയിലേക്ക് കൈ നല്ലോണം കുത്തിപ്പഴുത്തിട്ട് കുറേ ദിവസം കൈ ഗ്ലസറിയും വെച്ചിട്ട് കെട്ടി വെച്ചിട്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊന്നും ഓടില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എല്ലാം കൂടി പറ്റില്ലല്ലോ വെച്ചിട്ട് അതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ എന്നെ അറിയാം. എന്താ വെച്ചാൽ ഫോണിൽ മെസ്സേജ് വരുന്ന റിപ്ലൈ കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ കൊള്ളി റെഡി ആയിട്ടോ. കൊള്ളി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഉപ്പിട്ട് പുഴുങ്ങി അതിലേക്ക് പച്ചനാളികേരം ചെരുകിയിട്ടു, പച്ചമുളക് ചതച്ചിട്ടു.
വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം, ഞങ്ങൾക്ക് ഒന്നും ഇട്ടില്ല. അങ്ങനെ പിന്നെ പാക്കറ്റ് ചപ്പാത്തി അച്ചുള്ള കാരണം ഞാൻ പാക്കറ്റ് ചപ്പാത്തി മേടിച്ച് വെക്കും കേട്ടോ. അച്ചുവിന് ഇങ്ങനെ പറ്റാത്ത എന്തെങ്കിലും ഫുഡാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താലും അച്ചു അത് കഴിച്ചോളൂ കേട്ടോ അച്ചുവിന്. പക്ഷേ അച്ചു നിർബന്ധമായിട്ടല്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊരാൾ നിൽക്കുമ്പോൾ ആൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ കഴിച്ച് ശീലമില്ലാത്തവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ജോർജറ്റിൻ്റെ കുറച്ച് സാരി കളക്ഷൻ, നല്ല ബ്ലാക്കും വയലറ്റ് കളർ കൂടിയിട്ട് നല്ല ഗ്രേ കളർ സാരിയാണ് കേട്ടോ ഇത്. ജോർജറ്റിൻ്റെ നല്ല ഗ്രേ ആണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കേട്ടോ. ഇതും ഒരു 2 തരം ഗ്രേ ആണ് കേട്ടോ. കണ്ടോ, ഇനി വരുന്നത് നല്ലൊരു വയലറ്റ് ലാവൻഡർ കളറാണ് കേട്ടോ ഈ സാരി വരുന്നത്. പിന്നെ ഈ കരിനീല വരുന്നുണ്ട്, പിന്നെ ഡാർക്ക് മെറൂൺ കേട്ടോ. വൈൻ കളറാണോ മെറൂണാണോ എന്നല്ല, അത്രയും നല്ലൊരു കളറാണ് കേട്ടോ ഈ കളറ്. പിന്നെ നല്ല കോഫി കളർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആവശ്യമുള്ളവർ. ഇതിൻ്റെ താഴെ വാട്സപ്പ് നമ്പറും ഉണ്ട്, ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ബൈ.